പ്രിയമുള്ള ഭക്തജനങ്ങളെ, മറ്റൊരു അക്ഷര സബരിക്ക് കൂടി തുടക്കം കുറിക്കുകയാണ് ഈ നവവത്സര പുലരിയിൽ. ദ്വൈധാനാരായണീയം എന്ന് സാക്ഷാൽ ഭഗവാൻ തന്നെ മുദ്ര ചാർത്തിയ നാരായണീയത്തിലെ ഓരോ ശ്ലോകങ്ങൾ ഓരോ ദിവസം എന്നുള്ള രീതിയിൽ വളരെ ശ്രദ്ധയോടെ, വളരെ ഭക്തിയോടെ ആ ശ്ലോകങ്ങളെ അതിൻ്റെ അർത്ഥ സമ്പുഷ്ടിയോടുകൂടി വ്യാഖ്യാനം ചെയ്യാനുള്ള ഒരു എളിയ ശ്രമമാണ് ഈ നാരായണീയ മധുരം എന്ന ഈ അക്ഷരോപാസന. ശ്രീഹരി പൂജയായി ശ്രീഹരിയം എന്നത് 100 ദശകങ്ങൾ 100 ദിവസങ്ങളിലായി നമ്മൾ നേരത്തെ അനുസ്മരിച്ചു. കുറച്ചുകൂടി ശ്ലോകങ്ങളുടെ അർത്ഥതലങ്ങളിലേക്ക് കടന്ന് അതിനെ അറിയാനുള്ള ഒരു ശ്രമമാണ് ഇതിലൂടെ. ഓരോ ദിവസവും ഓരോ ശ്ലോകം എന്നുള്ള രീതിയിൽ പട്ടേരിപ്പാട് പറഞ്ഞതുപോലെ 1000-ലധികം ദിവസങ്ങളിലൂടെ ഇത് ആനന്ദസ്വരൂപനായ അനിലപുരേശ്വരൻ്റെ പാദാരവിന്ദങ്ങളിൽ, ഭക്തജനങ്ങളുടെ ഹൃദയപുടങ്ങളിൽ സമർപ്പിക്കണം എന്നാണ് ആഗ്രഹം. കൃഷ്ണോ രക്ഷതു മാം ചരാചര ഗുരു, കൃഷ്ണം നമസ്യേ സദാ, കൃഷ്ണേനൈവ സുരക്ഷിതോഹമസകൃൽ, കൃഷ്ണായ ദത്തം മന, കൃഷ്ണാദേവ സമുദ്ഭവോ മമ വിഭോ, കൃഷ്ണസ്യ ദാസോസ്മ്യഹം, കൃഷ്ണേ ഭക്തിരചഞ്ചലാസ്തു ഭഗവൻ, ഹേ കൃഷ്ണ തുഭ്യം നമ എന്ന വളരെ ശ്രേഷ്ഠമായ ശ്ലോകം ബാലനായിരിക്കെ തന്നെ ഈ ലോകത്തിന് പകർന്നു നൽകിയ പണ്ഡിതശ്രേഷ്ഠനായ ഭക്തോത്തമനായ ആ ഗുരുനാഥൻ്റെ മേൽപ്പുത്തൂർ നാരായണ ഭട്ടതിരിയുടെ പാദപത്മങ്ങളിൽ വീണുകൊണ്ട് മേഘശ്യാമളവർണ്ണനായിരിക്കുന്ന പൊന്നുഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട്, സാഹിത്യം തീരെയില്ല കഥകൾ പറയവേ സംശയം തീരുകില്ല, സംഗീതം തോന്നുകില്ല കവിതയുണരുവാൻ സംസ്കൃതം തീരെയില്ല, എന്നിട്ടും നിന്റെ പുണ്യകഥകൾ പറയുവാനെത്തിയോരെൻ്റെ ഉള്ളിൽ, വാക്കായി നീ തന്നെയെത്തു പവനപുരപതേ കൃഷ്ണ കാരുണ്യസിന്ധോ എന്ന് ചൊല്ലിയ വാക്കുകളെ ഭഗവാൻ സ്വീകരിച്ച് അനുഗ്രഹിക്കും എന്ന ഉത്തമ ബോധ്യത്തോടു കൂടിയാണ്, നിറഞ്ഞ വിശ്വാസത്തോടു കൂടിയാണ് ഈ വലിയ സാഹസത്തിന് ഈയുള്ളവൻ ഒരുങ്ങുന്നത്. അത് ഭഗവാന്റെ മന്ദഹാസത്തിലൂടെ ഏറ്റവും ഭംഗിയായിട്ട് തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നാരായണീയത്തെ പറഞ്ഞിടുമ്പോൾ നാരായണാഖ്യനെ സ്മരിച്ചിടുന്നു, നാരായണൻ വായുപുരത്തിലീശൻ നാവിൽ നിറഞ്ഞെന്നെ തുണച്ചിടേണേ. മോക്ഷക്കടൽ ഭാഗവതം പ്രസിദ്ധം മെല്ലെ കടഞ്ഞു നവനീതമഹോ സുസിദ്ധം, മന്നിൽ നരന്നു ഹരിഭക്തി ലഭിക്കുവാനായി മേൽപുത്തൂരേകി സദയം ശുഭ സ്തോത്രകാവ്യം. ആ സ്തോത്രകാവ്യത്തെയാണ് നമ്മളിതാ ഓരോ ദിവസങ്ങളിലായി അനുസ്മരിക്കാൻ ആഗ്രഹിക്കുന്നത്. ആ ഭഗവാന്റെ കാരുണ്യത്തിനായി ശിരസ് കുനിക്കുന്നു. നാരായണീയത്തിൻ്റെ ആദ്യ ദശകം ഭഗവാന്റെ സ്വരൂപത്തെക്കുറിച്ചും അതിൻ്റെ മാഹാത്മ്യത്തെക്കുറിച്ചും പറയുന്നു. അതിലാദ്യത്തെ ശ്ലോകം ഇപ്പോൾ ചൊല്ലുന്നു. സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം
തത്താവത് ഭാതി സാക്ഷാത് ഗുരുപവനപുരേ ഹന്ത ഭാഗ്യം ജനാനാം. ശ്രീമദ് ഭാഗവതത്തിൽ സത്യം പരം ധീമഹി എന്ന സപ്താക്ഷരി പോലെ വളരെ ശ്രദ്ധേയമായ 7 അക്ഷരങ്ങളാണ് ശ്രീമന്നാരായണീയത്തിലെ ഹന്തഭാഗ്യം ജനാനാം. ഹന്തഭാഗ്യം ജനാനാം, ഹന്തഭാഗ്യം മദീയം, എൻ്റെ ഭാഗ്യം. പൊന്നു ഗുരുവായൂരപ്പൻ ഇത് പറയാനായി ഭക്തജനങ്ങളിലൂടെ പ്രേരണ നൽകി. ആ ഒരു ധൈര്യത്തിലാണ് ഇതിനെ അന്വയിക്കാനും അർത്ഥം പറയാനൊക്കെ ശ്രമിക്കുന്നത്. സാന്ദ്രാനന്ദാവബോധാത്മകം, സാന്ദ്രമായ ഇടമുറിയാത്ത ആനന്ദം, കനത്ത ആനന്ദം. അതേപോലെ ജ്ഞാനമാകുന്ന സ്വരൂപം. സാന്ദ്രാനന്ദ അവബോധാത്മകം ആണ് ഭഗവാന്റെ സ്വരൂപം. അത് എങ്ങനെയുള്ളതാണ്? പട്ടേരിപ്പാട് പറയുന്നു, അനുപമിതം ആണ്. ഇത് ഉപമിക്കാൻ സാധിക്കാത്തതാണ്. സദൃശമായി മറ്റൊന്നില്ല. തന്നെയുമല്ല, കാലദേശാവധിഭ്യാം നിർമുക്തം, എല്ലാം കാലദേശങ്ങൾക്ക് ചേർന്നു നിൽക്കുന്നതാണെങ്കിൽ ഇവിടെ കാലദേശങ്ങൾക്ക്, കാലത്തിൻ്റെ അവധിയിൽ നിന്നും ദേശത്തിൻ്റെ അവധിയിൽ നിന്നും നിർമുക്തമാണ്. ഇത് വിട്ടുനിൽക്കുന്നതാണ്. തന്നെയുമല്ല, ഇത് നിത്യമുക്തമാണ്. സുഖദുഃഖാദികളുടെ ദ്വൈതങ്ങളുടെ സംബന്ധം അല്ലെങ്കിൽ മായാബന്ധം അത് ഒട്ടും തന്നെ ഇല്ലാത്തതും. നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം. നിഗമം വേദമാണ് അല്ലേ? ശ്രുതിവാക്യങ്ങളാൽ, അനേകം വേദവാണികളാൽ നിശേഷം തികച്ചും വ്യക്തം ആക്കിയിരിക്കുന്നു ഈ ഭഗവത് സ്വരൂപത്തെ. അങ്ങനെയാണെങ്കിലും, നിർഭാസ്യമാനം ആണെങ്കിലും അസ്പഷ്ടം, എന്നാൽ സ്പഷ്ടമല്ലാത്തത് ആണ് ഭഗവത് സ്വരൂപം. അങ്ങനെയുള്ള ഈ ഭഗവത് സ്വരൂപം ദൃഷ്ടമാത്രേ പുനഃ, ഒന്ന് കണ്ടാൽ തന്നെ. പക്ഷേ അതൊന്ന് കണ്ടാൽ എന്താണ്? ഒരു പുരുഷാർത്ഥാത്മകം, അത് വലിയൊരു പുരുഷാർത്ഥമാണ്. അങ്ങനെയുള്ള ആ പരബ്രഹ്മം, ആ ബ്രഹ്മതത്വം, തത് ബ്രഹ്മതത്വം, ആ പ്രസിദ്ധമായ ബ്രഹ്മം എന്ന പരമാർത്ഥ വസ്തു ഗുരുപവനപുരേ താവൽ സാക്ഷാത് ഭാതി. ഗുരുപവനപുരിയിൽ, ആ അനിലപുരിയിൽ ഇപ്പോൾ ദാ പ്രത്യക്ഷമായി മിന്നിത്തിളങ്ങുന്നു എന്നാണ്. ഹന്ത ഭാഗ്യം ജനാനാം. അഹോ ഹന്ത, അവിടെ ആശ്ചര്യമാണ് കാണിക്കുന്നത്. ആളുകളുടെ ഭാഗ്യം, ജനങ്ങളുടെ ഭാഗ്യം, ജനങ്ങളുടെ ഭാഗ്യം. അപ്പോ കാലാവധി നിർമുക്തം എന്നത് ഭഗവാന്റെ ആ നിത്യത്വത്തെയും, അതേപോലെ ദേശാവധി നിർമുക്തം എന്നത് ഭഗവാന്റെ വിഭുത്വത്തെയും ആ സർവവ്യാപകത്വത്തെയും കാണിക്കുന്നു. അപ്പോ ബ്രഹ്മതത്വം എന്ന് പിന്നീട് പറഞ്ഞു. അത് 2 പദമായിട്ട് പറയാം. തത്വം തദ് ബ്രഹ്മ, പരമാർത്ഥ വസ്തുവായ ആ ബ്രഹ്മം എന്നും ബ്രഹ്മതത്വം എന്നൊരുമിച്ചും പറയാം. അപ്പോ ആ ആദ്യത്തെ ശ്രീമദ് ഭാഗവതത്തിലെ ആദ്യത്തെ ശ്ലോകം, ജന്മാദ്യസ്യ ത്വന്വയാദിതരതശ്ചാർത്ഥേഷു അഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയെ മുഹ്യന്തിയൽ സൂരയ തേജോവാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാസ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ആ പരമമായ സത്യത്തെയാണ് പരബ്രഹ്മമായി, ബ്രഹ്മതത്വമായി പട്ടേരിപ്പാട് നാരായണീയത്തിൽ ദാ വർണ്ണിക്കുന്നത്. ഈ ശ്ലോകം ദാ നമ്മൾ ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കുകയാണ്. നാളെ 2ാമത്തെ ശ്ലോകത്തോടുകൂടി ആരംഭിക്കാൻ സാക്ഷാൽ നാരായണനും നാരായണീയ കർത്താവായ നാരായണനും സകല ഭക്തജനങ്ങളും ഗുരുപരമ്പരകളും മാതാപിതാക്കളും നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചും കൊണ്ട് സമർപ്പിക്കുന്നു. ഹരേ 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 കൃഷ്ണ.